എം.എൽ.എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധം തുടരുന്നു. രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി യോഗവും ഇന്ന് നടക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. സച്ചിൻ, SFI രാവിലെ വേറിട്ടൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സെൽഫ് ഡിഫൻസ് ക്ലാസ് ആണ് SFI സംഘടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കൊടും കുറ്റവാളിയായ MLA നിന്ന് രക്ഷ നേടുന്നത് എങ്ങനെയെന്നാണ് SFI വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ചത്. എന്താണ് ആ പ്രതിഷേധത്തെക്കുറിച്ചും ഒപ്പം ശാസ്ത്രോത്സവത്തെക്കുറിച്ചും? തീർച്ചയായും സിജു, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിന് മുന്നിലാണ്. കഴിഞ്ഞ 17-ാം തീയതി രാത്രിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്കും തിരുവനന്തപുരത്തേക്കും പോയത്. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ, അതായത് പാലക്കാട്ടെ സൗത്ത് പോലീസിൻ്റെയും അതേപോലെ തന്നെ മറ്റ് പോലീസിൻ്റെയും നിയന്ത്രണത്തിലാണ് ഇപ്പോൾ സുരക്ഷയോടുകൂടിയാണ് MLA ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം MLA ഓഫീസിലേക്കും ഉണ്ടായിട്ടുള്ളത്. ഇന്നും BJPയുടെ അടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പോലീസിൻ്റെ കർശനമായ ഒരു സുരക്ഷയോട് കൂടി തന്നെയാണ് MLA ഓഫീസ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ MLA ഓഫീസിൽ 2 സ്റ്റാഫ് മാത്രമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഉള്ളത്. വലിയ രീതിയിലുള്ള, നേരത്തെ സിജു പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള SFIയുടെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം രാവിലെ മുതൽ നഗരത്തിൽ ഉണ്ടായിരുന്നു. സെൽഫ് ഡിഫൻസ് എന്ന പേരിലായിരുന്നു SFI പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു SFI ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശക്തമായ രീതിയിൽ തന്നെ മറ്റ് സംഘടനകളുടെ DYFI അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം പാലക്കാട്ട് തുടരുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് പാലക്കാട് ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗവും ചേർന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരുന്നു അധ്യക്ഷത വഹിക്കേണ്ടത്. എന്നാൽ MLA കഴിഞ്ഞ ദിവസം തന്നെ ഒഴിവാക്കുന്നതായി മന്ത്രി V ശിവൻകുട്ടിയും വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം പാലക്കാട് നിലനിൽക്കുന്നുണ്ട് സിജു.